Racial discrimination is a major issue that is to be rooted out from the society. Here we are discussing such a topic, Letter from Birmingham Jail by Martin Luther King. Martin Luther King wrote his letter from Birmingham Jail as a response to criticism of non-violent praise in Birmingham, Alabama in April 1963. ഇവിടെ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെ ലെറ്റർ ഫ്രം ബർമിംഗ്ഹാം ജയിൽ എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് ഒരു കൂട്ടം പുരോഹിതന്മാർ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ എതിർത്ത ഒരു സംഭവമുണ്ട്. അതിൻ്റെ ഒരു മറുപടി എന്ന നിലയിലാണ് അദ്ദേഹം ഈ കത്ത് എഴുതുന്നത്. അത് 1963 ബർമിംഗ്ഹാം ജയിലിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു കത്ത് എഴുതുന്നത്. അലബാമയിലെ ബർമിംഗ്ഹാം ജയിലിൽ നിന്നും എഴുതുന്ന കത്താണ്. ആൻഡ് ഹി വാസ് ഇംപ്രിസൺഡ് ഫോർ ഹിസ് എഫേർട്സ് ടു ഡിസഗ്രിഗേറ്റ് ബർമിംഗ്ഹാം, ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രിയൽ സിറ്റി ഇൻ അലബാമ നോൺ ഫോർ ഇറ്റ്സ് റിപ്രസീവ് ആൻഡ് റിഗ്രസീവ് പോളിസീസ് ഡ്യൂറിങ് 1960s. അലബാമയിലെ ഒരു വ്യവസായ നഗരമാണ് ഈ ബർമിംഗ്ഹാം. പക്ഷേ ഒരുപാട് പോളിസികൾ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് നൂലാമാലകളിൽ പെട്ടുകിടക്കുന്ന ഈ ഒരു പട്ടണത്തെ അതിൽ നിന്നും രക്ഷിക്കാൻ, അതായത് വളരെ പുരോഗതിയുള്ള ഒരു പട്ടണമാണ്, പക്ഷേ ചില കെട്ടുപാടുകൾക്കുള്ളിൽ പെട്ടുകിടക്കുന്ന ഈ ഒരു നഗരത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നും വിടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് അദ്ദേഹത്തെ ജയിലിലടയ്ക്കുന്നത്. ആ ഒരു ജയിലിലടച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങളെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്നു. അതിൽ ഒരു 8 പുരോഹിതന്മാരുണ്ടായിരുന്നു. ആ ഒരു സംഭവം അതിന് മറുപടിയാണ് ഈ ഒരു ലെറ്റർ. ആൻഡ് ഇൻ the letter King responds to a statement published in a local newspaper by 8 clergymen calling the protest unwise and untimely and condemning the outsiders who were leading them. ഒരു ന്യൂസ് പേപ്പറിൽ വാർത്ത വന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഒരു 8 പുരോഹിതന്മാർ ന്യൂസ് പേപ്പറിൽ അവരുടെ വാക്കുകൾ എന്ന നിലയിൽ വന്ന ആ ഒരു ആർട്ടിക്കിളാണ്. അതിൽ അവർ പറയുന്നത് ദിസ് പ്രൊട്ടസ്റ്റ് ഈസ് അൺവൈസ് ആൻഡ് അൺടൈംലി, ആ സമയത്ത് അല്ലെങ്കിൽ ബുദ്ധിപരമല്ലാതെ നടന്ന ഒരു പ്രവർത്തനമാണ്. അതോടൊപ്പം തന്നെ ഔട്ട്സൈഡേഴ്സാണ്, അതായത് ഈ അലബാമയിലുള്ളവരല്ല, പുറത്തു നിന്ന് വന്ന ആളുകളാണ് ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കെടുത്തത്. അതുകൊണ്ട് ഈ ഒരു വിപ്ലവം ശരിയായ രീതിയിലുള്ളതായിരുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനങ്ങൾ നല്ലതല്ല എന്ന് പറഞ്ഞ് വിമർശിച്ചു കൊണ്ടെഴുതിയ ആ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് ഈ ഒരു കത്തിന് ആധാരമായിട്ട്. Then he condemns the fact that the moderate claims to support the mission while rejecting all attempts at direct action. ഇനി ഈ മോഡറേറ്റ്സ് പറയുന്നുണ്ട് അവർ ഈ ഒരു പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതായത് അനീതിക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഡയറക്റ്റ് ആക്ഷനിലേക്ക് വരാൻ അവർ അനുവദിക്കുന്നതുമില്ല. അതും ഒരു നിഷ്പക്ഷതയാണ്. ആൻഡ് ഹി വുഡ് റാദർ ബി കൺസിഡേർഡ് ആസ് ആൻ എക്സ്ട്രീമിസ്റ്റ് ഫോർ ദ കോസ് ഓഫ് ജസ്റ്റിസ് ദെൻ പാസീവ്ലി അലൗ ദീസ് ഇൻജസ്റ്റിസ് ടു പെർസിസ്റ്റ് ആസ് ദ വൈറ്റ് മോഡറേറ്റ്സ് ഹാസ് ഡൺ ഇൻ ദ സൗത്ത്. അതേപോലെ തന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു ഡയറക്റ്റ് ആക്ഷനിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തെ എക്സ്ട്രീമിസ്റ്റ് എന്നാണ് അവർ വിളിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു യഥാർത്ഥ കാരണത്തിന് വേണ്ടി പോരാടുന്ന സമയത്ത് അദ്ദേഹത്തെ അതിൽ നിന്ന് അകറ്റി നിർത്താൻ അവർ ശ്രമിക്കുന്നു. അതായത് ഡയറക്റ്റ് ആക്ഷൻ വേണ്ട, അത് കോടതിയിൽ കാണാം, അല്ലാതെ ആ ഒരു നേരിട്ടുള്ള പ്രവർത്തനങ്ങൾ വേണ്ട, പ്രതികരിക്കണ്ട എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. ആൻഡ് കിങ് ഓൾസോ ക്രിട്ടിസൈസസ് ദ ലീഡർഷിപ്പ് ഓഫ് ദ വൈറ്റ് ചർച്ച് ഫോർ championing the status quo. ഇനി ഈ വൈറ്റ് മോഡറേറ്റ്സ് അല്ലെങ്കിൽ ഈ ചർച്ചിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ദ ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ് വൺസ് ട്രാൻസ്ഫോംഡ് മെനി ഓഫ് ദ സൊസൈറ്റി ബട്ട് നൗ ദ ചർച്ച് ഹാസ് ഫോളൻ ഫാർ ഫ്രം ദ early Christian origin and become an irrelevant social hub rather than a source of inspiration. പണ്ട് കാലത്ത് ഒരുപാട് ജനതയ്ക്ക് ഒരുപാട് ആശ്വാസമായി മാറിയ അല്ലെങ്കിൽ പ്രചോദനമായി മാറിയ ഒരു സംഘടനയായിരുന്നു ചർച്ച്.
പക്ഷേ ഇപ്പോഴ് അതൊരു ഇർറെലവൻറ്റ് സോഷ്യൽ ഹബ്ബായി മാറിയിരിക്കുന്നു. അതായത് യാതൊരു പ്രാധാന്യവുമില്ലാത്ത ഒരു സാമൂഹികമായിട്ടുള്ളൊരു ഹബ്ബായി, ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നു. അല്ലാതെ അതിൽ നിന്ന് ഇൻസ്പിറേഷനൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയാത്ത ഒന്നായി മാറിയിരിക്കുന്നു ചർച്ച്. ആൻഡ് ദർ ഈസ് നോ സപ്പോർട്ട് ഫോർ ദ കോസ് ഓഫ് റേഷ്യൽ ഇക്വാലിറ്റി ആൻഡ് ഡിസഗ്രിഗേഷൻ. Ku Klux Klan is widely regarded as one of the earliest terrorist organization in America. അമേരിക്കയിലെ ആദ്യകാല ടെററിസ്റ്റ് ഓർഗനൈസേഷനിൽ ഒന്നായിട്ടാണ് കു ക്ലക്സ് ക്ലാനെ കണക്കാക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ 6 persons ഇൻക്ലൂഡിങ് ജോൺ ബി കെന്നഡി, ഫ്രാങ്കോ മാക്കോർഡ് ആൻഡ് ജെയിംസ് ആർ ക്രോ. ഇതിൽ പ്രധാനപ്പെട്ട ആളുകൾ, ഇത് 6 പേര് കൂടിയിട്ടാണ് ഈ ഒരു സംഘടന സ്ഥാപിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആളുകളാണ് ജോൺ ബി കെന്നഡി, അതേപോലെ തന്നെ ഫ്രാങ്കോ മാക്കോർഡ് ആൻഡ് ജെയിംസ് ആർ ക്രോ. ആൻഡ് ഇറ്റ് വാസ് ജസ്റ്റ് ആഫ്റ്റർ ദ സിവിൽ വാർ. ഈ ഒരു സംഘടന രൂപം കൊള്ളുന്നത് സിവിൽ വാറിന് ശേഷമാണ്. ആൻഡ് ദെയർ ഐഡിയോളജീസ് ആർ വൈറ്റ് സുപ്രമസി, ആൻറ്റി ഇമിഗ്രേഷൻ, ആൻറ്റി കാത്തലിസിസം, ഇൻഡൻസ് റേസിസം ആൻഡ് പ്രൊട്ടസ്റ്റന്റ് നാഷണലിസം. അവരുടെ ആശയങ്ങൾ വൈറ്റ് സുപ്രമസിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുക, അതേപോലെ തന്നെ ആൻറ്റി ഇമിഗ്രേഷൻ, ആൻറ്റി കാത്തലിസിസം, അതേപോലെ തന്നെ ഇൻഡൻസ് റേസിസം, പ്രൊട്ടസ്റ്റന്റ് നാഷണലിസം, ഇതൊക്കെയായിരുന്നു അവരുടെ ആശയങ്ങൾ. ആൻഡ് ദേ ഓർഗനൈസ്ഡ് ടെറർ, അസോൾട്ട് ആൻഡ് മർഡർ ടു ഇൻഫ്ലുവൻസ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കണ്ടീഷൻ. ഈ ഒരു സാമൂഹികമായിട്ടുള്ള നീതി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടുള്ള ആ ഒരു ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് അവർ ഭീകരവാദങ്ങളാണ്, അതായത് തീവ്രമായിട്ടുള്ള അസോൾട്ട്, അതേപോലെ ഭീഷണിപ്പെടുത്തുക, അതേപോലെ തന്നെ ആക്രമണങ്ങൾ, അങ്ങനെയുള്ള എക്സ്ട്രീം പ്രവർത്തനങ്ങളായിരുന്നു ഈ ഒരു സംഘടനയുടെ പ്രത്യേകത. അപ്പോൾ ആ ഒരു സംഘടനയേക്കാൾ മോശമാണ് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ എന്ന രീതിയിലാണ് ഈ കത്തിൽ അദ്ദേഹം KKK എന്ന സംഘടന, കു ക്ലക്സ് ക്ലാൻ എന്ന സംഘടന, അതായത് ആദ്യ കാലഘട്ടത്തിൽ അമേരിക്കൻ എക്സ്ട്രീമിസ്റ്റ് വർഗത്തിൽപ്പെട്ട, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട സംഘടനയാണെന്ന് പറയപ്പെടുന്നുണ്ട്. ആ ഒരു സംഘടനയും അതിലെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള ജോൺ ബി കെന്നഡി പോലെയുള്ള ആളുകൾ, അവരുടെയൊക്കെ സ്വാധീനം അദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് നമുക്ക് ഈ ഒരു ലെറ്ററിലേക്ക് പോകാം. ഹി ബിഗിൻസ് ദ ലെറ്റർ ബൈ കോളിംഗ് ദ ക്ലർജി മെൻ ആസ് ജെനുവിൻ ഗുഡ് വിൽ ആൻഡ് ആക്സെപ്റ്റ്സ് ദ സിൻസിയറിറ്റി ഓഫ് ദെയർ കൺസേൺ. ആദ്യം തന്നെ അദ്ദേഹം അവരെ അംഗീകരിക്കുകയാണ്, അതായത് അവർക്ക് ആ ഒരു പുരോഹിതന്മാർക്ക് 8 പുരോഹിതന്മാരാണ്. ആൻഡ് അവരുടെ പ്രവർത്തനങ്ങളെ, അവരുടെ വാക്കുകളെ, അല്ലെങ്കിൽ അവരെ വിളിക്കുന്നത് ജെനുവിൻ ഗുഡ് വിൽ, അവരുടെ നന്മ നിറഞ്ഞ മനസ്സിന് നന്ദി, യഥാർത്ഥ മനസ്സിന് നന്ദി. ആൻഡ് ആക്സെപ്റ്റ്സ് ദെയർ സിൻസിയറിറ്റി ഇൻ ദിസ് കൺസേൺ, ഈ ഒരു കാര്യത്തിൽ അവരുടെ ആത്മാർത്ഥതയും അദ്ദേഹം പ്രശംസിക്കുന്നു. ആൻഡ് ഹി ദെൻ റെസ്പോൺസ് ടു ദ വേർഡ് ഔട്ട്സൈഡർ ദാറ്റ് ഹി ഈസ് ദ ലീഡർ. അദ്ദേഹം പറയുന്നു, നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു ഔട്ട്സൈഡർ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചത്. ബർമിംഗ്ഹാമിലെ ഒരു ഔട്ട്സൈഡറാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറയുന്നത്, ഹി ഈസ് എ ലീഡർ ഓഫ് സദേൺ ക്രിസ്ത്യൻ ലീഡർഷിപ്പ് കോൺഫറൻസ് ആൻഡ് ഹി വാസ് ഇൻവൈറ്റഡ് ടു ബർമിംഗ്ഹാം ടു സപ്പോർട്ട് ദ ആഫ്രിക്കൻ അമേരിക്കൻ റെസിഡൻസ് ടു ഫൈറ്റ് ഫോർ ദെയർ സിവിൽ റൈറ്റ്സ്. അദ്ദേഹം പറയുന്നു, സദേൺ ക്രിസ്ത്യൻ ലീഡർഷിപ്പ് കോൺഫറൻസ് എന്ന സംഘടനയുടെ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ ക്ഷണിച്ചതാണ് ബർമിംഗ്ഹാമിലേക്ക്. അതായത് ഈ ബർമിംഗ്ഹാമിൽ ആഫ്രിക്കൻ അമേരിക്കൻ ജനത നേരിടുന്ന ഈ ഒരു അനീതിക്ക്, അല്ലെങ്കിൽ ഇനീക്വാളിറ്റിക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട്, അവരുടെ ആഭ്യന്തര അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ സിവിൽ റൈറ്റ്സിന് വേണ്ടിയിട്ട്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ അദ്ദേഹത്തെ ക്ഷണിച്ചതാണ്. അല്ലാതെ അദ്ദേഹം ഒരു ഔട്ട്സൈഡറായിട്ട് വന്നതല്ല, അല്ലെങ്കിൽ വലിഞ്ഞു കയറി വന്ന ഒരാളല്ല. അദ്ദേഹത്തെ ആളുകളെ ക്ഷണിച്ചു കൊണ്ടുവന്നതാണ്. ആൻഡ് മോർ ഓവർ ഹി ആർഗ്യൂസ് ദാറ്റ് ഇൻജസ്റ്റിസ് ഈസ് ഹിയർ ആൻഡ് സോ ഹി ഈസ് ഇൻ ബർമിംഗ്ഹാം ആൻഡ് ഓൾസോ ലൈക്ക് ദ അപ്പോസിൽ ഓഫ് പോൾ ആൻഡ് അതർ ഏർലി ക്രിസ്ത്യൻസ് ഹി മസ്റ്റ് ആൻസർ ദ കോൾ ഫോർ ഹെൽപ്പ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, താൻ ഒരു ഔട്ട്സൈഡർ ആണെങ്കിലും താൻ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടാണ് വന്നത്. അതേപോലെ തന്നെ അനീതി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
ഈ അനീതി നിലനിൽക്കുന്നിടത്തോളം കാലം പൗലോസ് അപ്പോസ്തലനെ പോലെ എനിക്കിവിടെ ഒരു പോരാടേണ്ട കടമയുണ്ട്, കർത്തവ്യമുണ്ട്. അതുമാത്രമല്ല, ഏർലി ക്രിസ്ത്യൻസ്, ആദ്യ കാലഘട്ടത്തിലെ ക്രിസ്ത്യൻ പുരോഹിതന്മാർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഈ അനീതിയെ എതിർത്തിരുന്നു. ആ അനീതിക്കെതിരെ പോരാടേണ്ടത് എൻ്റെ കടമയാണ്. അത് മാത്രമല്ല, മറ്റുള്ളവർ ഒരു സഹായം ആവശ്യപ്പെടുന്ന സമയത്ത് അത്യാവശ്യം സഹായം വേണ്ടവർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എൻ്റെ കടമ. അതുകൊണ്ട് ആവശ്യമുള്ളവരുടെ അടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ അനീതി നടക്കുന്നിടത്ത് എൻ്റെ സാന്നിധ്യം അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞാനിവിടെ വന്നു എന്ന് അദ്ദേഹം പറയുന്നു. ആൻഡ് കിങ് ഓൾസോ, ഇവിടെ നമ്മൾ പറഞ്ഞു ആദ്യകാല ക്രിസ്ത്യാനികൾ എന്ന് അദ്ദേഹം റെഫർ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ white moderates and the church, they are unable to safeguard the rules അല്ലെങ്കിൽ the rights of the people. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഈ ഒരു പുരോഹിതന്മാരും അല്ലെങ്കിൽ പള്ളികളും ഇപ്പോൾ പരാജയപ്പെടുന്നു. അതായത് ഈ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ നിലനിൽക്കാൻ കാരണം ഇവരുടെ പ്രവർത്തനം ശരിയായ രീതിയിലല്ല. അതുകൊണ്ടാണ് ആദ്യകാല ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്. Then King also refutes the critics' arguments that segregation laws should be fought in the court and not on the streets, explaining that only through direct action they can enforce white majority to confront the issue of racism and enter into true dialogues. അതേപോലെ തന്നെ അദ്ദേഹം വീണ്ടും പറയുന്നു, ഈ പുരോഹിതന്മാരുടെ വാക്കുകളെ എതിർത്തുകൊണ്ട് പറയുന്നത്, പുരോഹിതന്മാർ പറഞ്ഞത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കോടതിയിൽ കൊണ്ടുവരണം. അതായത് ഈ അനീതിയൊക്കെ നടക്കുന്നുവെങ്കിൽ, ഇക്വാളിറ്റി കിട്ടുന്നില്ല എങ്കിൽ അത് കോടതി തീരുമാനിക്കേണ്ടതല്ല ആണ്, അല്ലാതെ റോഡിൽ കിടന്ന് അടികൂടേണ്ട സംഭവമല്ല. അത് കോടതിയിൽ കൊണ്ടുവരേണ്ടതാണ്, നിയമപരമായിട്ട് കൊണ്ടുവരേണ്ട സംഭവമാണ് എന്നാണ് പുരോഹിതന്മാർ പറഞ്ഞത്. അപ്പോൾ അതിനെതിരെ മാർട്ടിൻ ലൂതർ പറയുന്നു, ഇത് ഡയറക്റ്റ് ആക്ഷൻ ആവശ്യമുള്ള സംഭവമാണ്. കോടതിയിൽ പോയി അതിനു വേണ്ടി വാദിച്ച് കുറേ സമയം എടുക്കുന്നതിനേക്കാളും അന്നേരം പ്രതികരിക്കേണ്ട സംഭവമാണിത്. അതേപോലെ തന്നെ ഇത് വൈറ്റ് മെജോറിറ്റിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട സംഭവമാണ്. ഇമ്മീഡിയറ്റ് ആക്ഷൻ ആവശ്യമുള്ള സംഭവമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു റേസിസത്തിനെതിരെ പെട്ടെന്ന് പോരാടിയാൽ മാത്രമേ അത് യഥാർത്ഥത്തിൽ നടപ്പാവുകയുള്ളൂ. വെറുതെ കോടതിയിൽ കൊണ്ടുപോയി അത് അങ്ങനെ ലാഗാക്കേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയുന്നു. The protesters are breaking laws and the laws are immoral and unjust. ഇനി ഇതിനെ എതിർക്കുന്നവർ നിയമങ്ങൾ പിന്തുടരുന്നുണ്ട് അല്ലെങ്കിൽ നിയമങ്ങളെ ലംഘിക്കുന്നുണ്ട്. ആ നിയമങ്ങൾ തന്നെ ഇമ്മോറൽ ആൻഡ് അൺജസ്റ്റ്, ആ നിയമങ്ങൾ തന്നെ ഇമ്മോറലാണ്, ധാർമ്മികതയ്ക്കെതിരാണ്. അതേപോലെ അനീതിപരമായിട്ടുള്ള ആ നിയമങ്ങളാണ് ലംഘിക്കുന്നത്. ആൻഡ് സിവിൽ ഒബീഡിയൻസ് ഈസ് എ പാട്രിയോട്ടിക് റെസ്പോൺസ്. സിവിൽ ഒബീഡിയൻസ്, നമ്മൾ എല്ലാ നിയമങ്ങളൊക്കെ അനുസരിക്കുന്നതിന് കാരണം അത് ഇറ്റ് ഈസ് എ പാട്രിയോട്ടിക് റെസ്പോൺസ്. പക്ഷേ ഈ നിയമങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപോലെ ബാധകമല്ല. അതുകൊണ്ടാണ് ഈ അനീതിയെ എതിർക്കുന്ന ആളുകൾ ഈ നിയമങ്ങളെ ലംഘിക്കുന്നത്. ആൻഡ് കിങ് യൂസസ് ഹിസ് ലെറ്റർ ടു മേക്ക് ഹിസ് ഓൺ ജഡ്ജ്മെൻറ്റ് ആസ് വെൽ. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ന്യായീകരണങ്ങൾ നിർത്തുന്നുണ്ട് ഈ ലെറ്ററിൽ. ആൻഡ് ഹി എക്സ്പ്രസസ് ഹിസ് എക്സ്ട്രീം ഡിസപ്പോയിൻമെൻറ്റ് അറ്റ് വൈറ്റ് മോഡറേറ്റ്സ് വെൻ ഹി കൺസിഡേഴ്സ് ദം ആസ് മോർ പ്രയോർ. ഈ വൈറ്റ് മോഡറേറ്റ്സ് അല്ലെങ്കിൽ വൈറ്റ് ചർച്ചിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, പക്ഷേ അവരൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല. ആ കാര്യത്തിൽ അദ്ദേഹം തൻ്റെ നിരാശ അറിയിക്കുന്നു. ആൻഡ് ദേ ആർ ഡിട്രിമെൻ്റൽ ടു ദ കോസ് ഓഫ് റേഷ്യൽ ഇക്വാലിറ്റി ദാൻ കുക്ലക്സ് ക്ലാൻ. കുക്ലക്സ് ക്ലാൻ എന്ന സംഘടനയേക്കാൾ മോശമായിട്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ. അതായത് കുക്ലക്സ് ക്ലാൻ എന്ന സംഘടന. The letter falls into two main parts. In the first part, he rejects the criticism lodged against him by the white clergyman, particularly their admonition to wait for a more appropriate moment to launch a campaign for racial equality. ആദ്യമായിട്ട് ഈ ഒരു ലെറ്റർ രണ്ട് ഭാഗമായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. അതിൽ ആദ്യത്തെ ഭാഗത്ത് അദ്ദേഹം ഈ ഒരു ക്ലർജിമാൻ, ഈ പുരോഹിതന്മാരുടെ ന്യായങ്ങളെ അദ്ദേഹം എതിർക്കുകയാണ്. ആ പുരോഹിതന്മാർ പറയുന്നത് വി ഹാവ് ടു വെയിറ്റ് ഫോർ എ പ്രോപ്പർ ടൈം, ഒരു
അനുയോജ്യമായ സമയം, അതായത് ഈ റേഷ്യൽ ഇക്വാളിറ്റിക്ക് വേണ്ടി നമ്മൾ പോരാടണം, അതിന് അനുയോജ്യമായ സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം, അല്ലാതെ ചാടിക്കയറി ഇങ്ങനെ പ്രതികരിക്കാനുള്ളതല്ല എന്ന അവരുടെ വാദത്തെയാണ്, അതിന് മറുപടിയാണ് അദ്ദേഹം ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. ആൻഡ് ഹി എക്സ്പ്ലെയിൻസ് ദ പ്രിൻസിപ്പിൾ ഓഫ് നോൺ വയലൻസ് ആൻഡ് ഡയറക്റ്റ് ആക്ഷൻ ആൻഡ് എക്സ്പോസസ് ദ കണ്ടീഷൻ ഓഫ് ബ്ലാക്ക് അമേരിക്കൻസ്. അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറയുന്നത് ദ പ്രിൻസിപ്പിൾ ഓഫ് നോൺ വയലൻസ്, അഹിംസ എന്ന ആ ഒരു അഹിംസയിൽ അധിഷ്ഠിതമായ തത്വങ്ങൾ, അതേപോലെ തന്നെ ഡയറക്റ്റ് ആക്ഷൻ, നേരിട്ടുള്ള പ്രവർത്തനമാണ് വേണ്ടത്. അതേപോലെ തന്നെ ഹി എക്സ്പോസസ് ദ കണ്ടീഷൻ ഓഫ് ബ്ലാക്ക് അമേരിക്കൻസ്, ബ്ലാക്ക് അമേരിക്കൻസിൻ്റെ പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന ആ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, ഇതൊക്കെ അദ്ദേഹം വെളിപ്പെടുത്തുന്നു. ആൻഡ് ഹി ഡിഫെൻസ് ഹിസ് ബിലീഫ് ഇൻ ദ സുപ്രമസി ഓഫ് മോറൽ ലോ ഓവർ ദി അൺജസ്റ്റ് ലീഗൽ കോഡ്. അദ്ദേഹം പറയുന്നത് മോറൽ ലോ ആണ് വേണ്ടത്, ധാർമ്മികമായിട്ടുള്ള നിയമങ്ങളാണ് വേണ്ടത്, അല്ലാതെ അനീതി നിറഞ്ഞ കുറേ നിയമസംഹിതകളല്ല വേണ്ടത്. ധാർമ്മികമായിട്ട്, അതായത് ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ തോന്നേണ്ടതാണ്, എല്ലാ ജീവജാലങ്ങളും ഒരുപോലെയാണ്, എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. അങ്ങനെയുള്ള ആ മനുഷ്യരിൽ തന്നെ വേർതിരിവ് കാണിക്കുന്ന സമയത്ത് അത് അനുയോജ്യമല്ല. അതിന് പ്രതികരിക്കേണ്ടത് ഓരോ മനുഷ്യൻ്റെയും കടമയാണ്. അത് ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്, അല്ലാതെ വെറുതെ നിയമങ്ങളിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ല. ആ നിയമങ്ങൾ നടപ്പാക്കേണ്ടതാണ് എന്നൊക്കെയാണ് അദ്ദേഹം വാദിക്കുന്നത്. ആൻഡ് ഇൻ ദ സെക്കൻഡ് പാർട്ട് ഹി എക്സ്പ്ലെയിൻസ് ദ ഫെയിലിയർ ഓഫ് വൈറ്റ് മോഡറേറ്റ്സ് ആൻഡ് ചർച്ച് ടു സേഫ് ഗാർഡ് ദ എൻഡവർ ടു സപ്പോർട്ട് ബ്ലാക്ക് അമേരിക്കൻസ്. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ അദ്ദേഹം ഈ വൈറ്റ് മോഡറേറ്റുകൾ, അതേപോലെ തന്നെ ചർച്ച്, അവരുടെയൊക്കെ പ്രാധാന്യം, അവർ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട, അല്ലെങ്കിൽ ബ്ലാക്ക് അമേരിക്കൻസിന് വേണ്ടിയിട്ട് സഫറിങ്സ് അനുഭവിക്കുന്ന ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ആളുകളാണ്. പക്ഷേ അവരൊക്കെ മിണ്ടാതിരിക്കുന്നു. ഈ ഒരു അനീതി കാണുമ്പോൾ തന്നെയും അവരൊന്നും ചെയ്യുന്നില്ല. അവർക്ക് ഈ ഒരു അസമത്വം എന്നുള്ള ആ ഒരു ആശയത്തെ ഒഴിവാക്കാൻ സാധിക്കുന്നില്ല, അതിനുവേണ്ടി പോരാടാൻ സാധിക്കുന്നില്ല. ആ ഒരു കാര്യമാണ് സെക്കൻഡ് പാർട്ടിൽ അദ്ദേഹം വിവരിക്കുന്നത്. ആൻഡ് King was inspired by many persons in the letter, including white allies, biblical figures, and people from American history. ഈ ഒരു ലെറ്ററിൽ അദ്ദേഹം കുറേ ആളുകൾ തന്നെ സ്വാധീനിച്ച ആ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. വൈറ്റ് ആലീസ്, അതേപോലെ തന്നെ വൈറ്റ് ആലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചേരികളായിട്ട് നിലനിന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആളുകൾ, സിവിൽ വാറിലൊക്കെ പങ്കെടുത്ത് ആ ഒരു അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ശക്തികൾ, അതേപോലെ തന്നെ ബിബ്ലിക്കൽ ഫിഗേഴ്സ്, ഇതിൽ അപ്പോസ്റ്റൽ പൗലോസ് അപ്പോസ്തലൻ, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പീപ്പിൾ ഫ്രം അമേരിക്കൻ ഹിസ്റ്ററി, അമേരിക്കൻ ചരിത്രത്തിലെ ആളുകൾ, അതിൽ പ്രധാനമായിട്ടും ജോൺ ബി കെന്നഡി, KKK എന്ന് പറയുന്ന സംഘടന, അതായത് ജനങ്ങളെ വേർതിരിക്കുന്നതിനെതിരായിട്ടോ അല്ലെങ്കിൽ ആ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷനെതിരായിട്ടോ ഒക്കെ പോരാടാൻ ചർച്ചിന് സാധിക്കുന്നില്ല. ആൻഡ് ദർ ഈസ് നോ സപ്പോർട്ട് ഫോർ ദ കോസ് ഓഫ് റേഷ്യൽ ഇക്വാലിറ്റി ആൻഡ് ഡിസിൻറ്റഗ്രേഷൻ. Then he closes the letter with a hopeful note expressing the belief that the African Americans will achieve freedom and equality. അദ്ദേഹം ഈ ലെറ്റർ അവസാനിപ്പിക്കുമ്പോൾ ശുഭപ്രതീക്ഷയിലാണ് അവസാനിപ്പിക്കുന്നത്. അതായത് ആഫ്രിക്കൻ അമേരിക്കൻസ് ഇത്രയധികം പ്രതിസന്ധികളും അതേപോലെ തന്നെ അപമാനവും വേർതിരിവും ഒക്കെ നേരിട്ട ഈ ആഫ്രിക്കൻ അമേരിക്കൻസ് ഒരു നാൾ അവർ സ്വാതന്ത്ര്യം കൈവരിക്കും, അതേപോലെ എല്ലാവരും സമന്മാരായി കാണപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹം ഈ കത്ത് അവസാനിപ്പിക്കുന്നത്. His letter is really a protest against the clergyman's views, who said that his actions are untimely, misguided and inappropriate, bringing the ideas from philosophy, history and religion, and also from his personal experience. ഈ പുരോഹിതന്മാർക്കെതിരെയുള്ള ഒരു ഈ കത്താണിത്. അതായത് പുരോഹിതന്മാർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കൃത്യസമയത്തുള്ളതല്ല, അത് അവസരോചിതമല്ല, അതേപോലെ തന്നെ അത് മിസ്ഗൈഡ് ചെയ്യുന്നു, തെറ്റായ രീതിയിലേക്കാണ് ജനങ്ങളെ
കൊണ്ടുപോകുന്നത്, അതേപോലെ തന്നെ ഇനപ്രോപ്രിയേറ്റ് ആണ്, അനുയോജ്യമല്ലാത്ത ഒന്നാണ് എന്നൊക്കെ പറഞ്ഞ അതേപോലെ തന്നെ അവർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഫിലോസഫിയിൽ നിന്നും ചരിത്രത്തിൽ നിന്നും അതേപോലെ തന്നെ മതത്തിൽ നിന്നൊക്കെ എടുത്തതാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നൊക്കെ എടുത്തതാണ്. അല്ലാതെ ഇത് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒന്നല്ല, എല്ലാവർക്കും തോന്നുന്ന ഒന്നല്ല എന്നൊക്കെ വാദിച്ച ആ പുരോഹിതന്മാർക്ക് എതിരെയുള്ള ഒരു നിശിതമായ വിമർശനമാണ് ഈ കത്ത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.